ഡെലിവറിക്ക് ശേഷം ഞാൻ എൻ്റെ സ്കിന്നൊന്നും കാര്യമായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. റീസെൻ്റ്ലി ഫേസ് നല്ല ഡ്രൈ ആയ പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയും തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരിക. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട്. ഇനി ആ കാപ്പിപ്പൊടിയിൽ ആ തക്കാളി ഡിപ്പ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഫേസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഒരു നായനെ കണ്ടപ്പോൾ ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയിരുന്നിട്ടാണ് ചെയ്യുന്നത്. അവന് പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആളിത് എന്തോ കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന പോലെയാണ് കേട്ടോ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുറേ ഡൗട്ടും ഉണ്ട്, ഇത് എന്തിനാണ് ചെയ്യുന്നത് എന്താണ്. അപ്പോൾ ഞാൻ ഈ അലോവേറ ജെല്ലൊക്കെ തേക്കുന്ന സമയത്ത് അവന് ഞാൻ ഫേസിൽ തേച്ച് കൊടുക്കാറുണ്ട്. എന്നിട്ട് അപ്പോൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനാണ്. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഇത് തേച്ചാൽ സോഫ്റ്റ് ആവുമോ, എന്നാൽ കുട്ടിക്ക് വേണം എന്നാട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ലപോലെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു പാക്ക് പോലെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് തൈരും അതിലൊരു കഷ്ണം തക്കാളി ഇതേപോലെ കൈകൊണ്ട് തന്നെ ഉടച്ചിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാക്ക് പോലെ ഒന്നല്ല, എന്നാലും സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ തൈരൊക്കെ ബെസ്റ്റാണ് കേട്ടോ. ചിലർക്ക് തക്കാളി ഫേസിലിടുമ്പം ചൊറിച്ചിൽ വരാറുണ്ട്. അങ്ങനെയുള്ളവർ ആ ഉള്ളിലുള്ള ആ വിത്തില്ലേ അതിൻ്റെ സീഡ് ഒഴിവാക്കിയിട്ട് ഇതേപോലെ കൈകൊണ്ട് തന്നെ ഉടച്ചിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ചൊറിച്ചിലൊന്നും വരില്ല കേട്ടോ. അങ്ങനെ തന്നെ ഫേസിലൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഞാൻ കുറച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ ആളിനോട് ചോദിക്കുക അവിടെ സോഫ്റ്റ് ആവുമോ, അവിടെ ആയിട്ടില്ല, ഇവിടെ ആയിട്ടില്ല, അതൊക്കെയാണ് ആളെ പരാതി. അവനൊരു കാര്യം എന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും അവനും വേണം, അവനും തേച്ച് കൊടുക്കണം, അങ്ങനെയൊക്കെയാണ്. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ കൈകൊണ്ട് കാണിക്കുന്ന പോലെയൊക്കെ അവിടെ സൈഡിൽ നിന്നിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഒരു 1 വീക്കിലേക്ക് നമുക്ക് ആ ഡ്രൈനെസ് ഒന്നും ഫീൽ ചെയ്യൂല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.